ബ്രിട്ടീഷ് ആചാര്യ ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഷീ മസ്റ്റ് ഹാവ് ഹാഡ് എ ചിക്കൻ പോക്സ് ആയിരുന്നു. അതിൻ്റെ മുന്നിലുള്ള പാർട്ടിൽ കണ്ടത് ദെയർ മസ്റ്റ് ഹാവ് ബീൻ എ ഫങ്ഷൻ ഇൻ ദിസ് ഹോളാണ്. ഈ പാർട്ടിലൂടെ അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP എന്നുള്ള വാചകത്തിൻ്റെ അർത്ഥമാണ്. ഇനിയും കൂടുതൽ വിവരിക്കുന്നതിൽ അർത്ഥമില്ല, അത് വിരസതയുണ്ടാക്കും എന്നെനിക്കറിയാം. ഇതിൻ്റെ തൊട്ട് മുൻപുള്ള പാർട്ടിൽ നമ്മൾ മസ്റ്റ് ഹാവും പഠിച്ചതാണ്. ഇനി ഇവിടെ കൂടുതലായിട്ട് പഠിക്കുവാനുള്ളത് ബീനാണ്. ഓക്കെ, ബീൻ. ഏതായാലും കഴിഞ്ഞ പാർട്ടിൽ കണ്ട പോലെ തന്നെ ഈ പാർട്ടിലും മസ്റ്റ് ഹാവ് ബീൻ എന്താണെന്നുള്ളത് വിവരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വാചകമായ മസ്റ്റ് ഹാവ് മിസ്ഡ് ഹെർ പേഴ്സ് എന്ന വാചകവും കാണാം. ഇതിൽ ഏതാണ് ഏറ്റവും പ്രധാനമേറിയ ഘടന അല്ലെങ്കിൽ ആശയം എന്ന് ചോദിച്ചാൽ അത് നാലാമത്തെ ആശയമാണ്. ഈ ആശയങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ 16ഉം 17ഉം കാണുക. 16ഉം 17ഉം വീഡിയോ എന്താണ് ആശയങ്ങൾ എന്ന് മനസ്സിലാക്കി തരും. ഞാൻ പറയട്ടെ നമ്മൾ എത്ര നാളായി ഈ ഭാഷയെ സ്വീകരിക്കുവാൻ നടക്കുന്നു. പലരും നിങ്ങളെ പഠിപ്പിച്ചു, പണമേറെ ചിലവാക്കി, സമയമേറെ ചിലവാക്കി. അതിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ട് പണം കൊടുത്ത് പഠിച്ചിട്ട് കിട്ടാത്തത് ഇതിൽ നിന്നും കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും ഉണ്ട്. നേരിട്ടുള്ള ക്ലാസ്സുകളുടെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ നേരിട്ടിരിക്കുമ്പോൾ അത്രയ്ക്കും വിരസത വരികയല്ല. എന്നാൽ വീഡിയോ ക്ലാസ്സുകൾ അങ്ങനെയല്ല. നമ്മൾ തനിയിരിക്കുന്നു, ചിരിയില്ല, കളിയില്ല, വർത്തമാനങ്ങളില്ല, ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല, സങ്കല്പിച്ച് കാണേണ്ടി വരുന്നു. അതുകൊണ്ടൊക്കെ വിരസത അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അകലെയുള്ളവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ ഇത് തന്നെയാണ് നിവൃത്തിയുള്ളൂ. ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബന്ധപ്പെടാം. എൻ്റെ അടുത്തുള്ളവർ തീർച്ചയായിട്ടും നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, രസകരമായൊരു അനുഭവത്തിന് സാക്ഷിയാക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. ഇപ്പോൾ നിങ്ങൾക്ക് 2 വാചകം വീണ്ടും കാണാം. എന്തുകൊണ്ടാണ് ഈ 2 വാചകം വീണ്ടും തന്നത് എന്നത് പറയാം. ഈ 2 വാചകത്തിലും ബീനുണ്ട്. ഈ 2 ബീനും ഒരു ബീനാണോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും ആദ്യ വാചകത്തിൽ നിൽക്കുന്ന ബീനിൻ്റെ അർത്ഥമല്ല രണ്ടാമത്തെ വാചകത്തിൽ ബീനിനുള്ളത്. ഓക്കെ, വേറെ രീതിയിലാണ് നമ്മൾ അതിൻ്റെ അർത്ഥം കാണുക. ബീൻ എന്ന വാക്ക് ഏത് രൂപമാണ്? തേർഡ് രൂപമാണോ, സെക്കൻഡ് രൂപമാണോ, ഫസ്റ്റ് രൂപമാണോ? ആദ്യം പറഞ്ഞതുപോലെ തേർഡ് രൂപമാണ്. ഓക്കെ, ഏതിൻ്റെ തേർഡ് രൂപം? ബി എന്ന വെർബിൻ്റെ തേർഡ് രൂപമാണ് എന്ത്? ബീൻ എന്ന രൂപം. തൊട്ട് മുൻപ് നമ്മൾ ഹാഡ് പഠിച്ചതുപോലെയാണ് ബീൻ. അപ്പം ബീൻ എന്തിനെ സൂചിപ്പിക്കുന്നു? പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഹാഡ് പൂർണ്ണതയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ബീനും പൂർണ്ണതയെ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബീനിന് എന്താണ് പ്രശ്നം? ബീനിന് വേറെ സഹായികൾ, ക്രിയാകുടുംബത്തിൽ നിന്ന് വേറെ സഹായികളില്ലാതെ ബീനിന് അർത്ഥം കിട്ടുകയില്ല. ബീനിന് അർത്ഥപൂർണ്ണത വരണമെങ്കിൽ എന്തു വേണം? അതിനു മുൻപ് സഹായികൾ ആവശ്യമാണ്. ഇവിടെ നമുക്ക് 2 സഹായികളുണ്ട്, മസ്റ്റ് ഹാവ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യ പാർട്ടിൽ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 3ാമത്തെ വാചകമായ ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP എന്നതിൻ്റെ അർത്ഥമാണ്. മസ്റ്റും ഹാവും നിങ്ങൾക്കറിയാം. ഇനി ഇവിടെ അധികമുള്ളത് ബീനാണ്. ബീൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പാർട്ടിൽ അത് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല, എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആണ് ആ വാചകം ഈ വീഡിയോയിൽ എടുത്തത്. ഓക്കെ,
ഈ ബീനും ആ ബീനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബീൻ ഇവിടെ കൊണ്ടുവന്നത്. ഓക്കെ, അവിടെ പറയുവാൻ മറന്നുപോയ കാര്യം ഇവിടെ നമ്മൾ പറയുകയാണ്. ഓക്കെ, ബി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. നമ്മൾക്കറിയാവുന്ന അർത്ഥം എന്താണ്? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അർത്ഥം എന്താണ്? പറയൂ, സത്യം പറയൂ. നമ്മൾക്കറിയാവുന്ന അർത്ഥം എന്ന് പറയുന്നത് ആവുക, ആയിരിക്കുക എന്നർത്ഥമാണ്. ബി കോൺഫിഡൻ്റ് ആകുക, ഇല്ലേ? ബി ഹാപ്പി ആകുക. ബി എന്ന വാക്കിൻ്റെ അർത്ഥം ആവുക, ആകുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? ഇത്രയും 4 പഠിച്ചിട്ടും അതിന് ഉണ്ടാവുക എന്നുള്ളൊരർത്ഥം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ കോമണായ ഒരർത്ഥമാണ് ഉണ്ടാവുക എന്നുള്ള അർത്ഥം. അപ്പോൾ ബി എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ആകുക എന്ന ആശയവുമായിട്ട് മാത്രമല്ല ബന്ധിപ്പിച്ച് കാണേണ്ടത്, മറിച്ച് ഉണ്ടാവുക എന്ന അർത്ഥം കൂടി നമ്മൾ അതിനെ ബന്ധിപ്പിച്ച് കാണണം. കൂടുതൽ അറിയണമെങ്കിൽ 16ഉം 17ഉം വീഡിയോകൾ കാണാം. എന്താണ് ആവുക, എന്താണ് ഉണ്ടാവുക എന്നൊക്കെയുള്ള ആശയങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഉണ്ടാവുക എന്ന അർത്ഥം ബിക്ക് വരുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഏതിന് മാത്രം? അത് കഴിഞ്ഞാൽ പിന്നെയെല്ലാം നിങ്ങൾക്ക് ആവുക വെച്ച് ചിന്തിക്കാം. ദയർ ഉപയോഗിച്ച് വരുന്ന ഘടനയിൽ, ദയർ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഘടനയിലാണ് ഈ ബീനിന് ഉണ്ടാവുക എന്ന അർത്ഥം വരിക. അപ്പോൾ മുകളിലെ വാചകത്തിൽ ഏതാണ് നിൽക്കുന്നത്? ദയറാണ്. ദയർ എന്ന വാക്കുപയോഗിച്ച് തുടങ്ങുന്ന ഘടനകളിൽ ദയർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണമെങ്കിൽ 14, 15 വീഡിയോകൾ കാണുക. ദയർ ഉപയോഗിച്ച് പറയുന്ന വാചകങ്ങളിൽ എപ്പോഴും ബീൻ വരികയാണെങ്കിൽ, ബിയുടെ രൂപങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉണ്ടാവുക എന്ന ആശയവുമായിട്ടായിരിക്കും ബന്ധമുള്ളത്. എന്നാൽ മറ്റുള്ള വാചകങ്ങളിൽ, ദയർ ഇല്ലാതെ വരുന്ന വാചകങ്ങളിൽ ബീൻ വരികയാണെങ്കിൽ ആവുക, ആകുക, ആയിരിക്കുക എന്ന അർത്ഥമായിരിക്കും അതിന് വരിക. അങ്ങനെയാണെങ്കിൽ താഴത്തെ വാചകത്തിന് ആകുക, ആവുക എന്ന അർത്ഥവും ഒന്നാമത്തെ വാചകത്തിന്, മുകളിലുള്ള വാചകത്തിന് ഉണ്ടാവുക എന്ന അർത്ഥവുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുക എന്ന അർത്ഥമാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബിയുടെ 3rd ഫോമാണ്. ബിയുടെ അർത്ഥമാണ് ഉണ്ടാവുക, ബീനിൻ്റെ അർത്ഥം ഉണ്ടാവുക എന്നല്ല. എന്തായിരിക്കും? ബീൻ 3rd ഫോമാണ്. ബിയുടെ 3rd ഫോമാണ് ബീൻ. അപ്പം എന്തായി? അത് ഉണ്ടായി, അതായത് ഉണ്ടായിരുന്നു. അതൊരു പെർഫെക്ഷനായി. അണ്ടർസ്റ്റാൻഡ്? ആ ഉണ്ടാവുക എന്ന വാക്കിന് ഒരു പെർഫെക്ഷൻ കൊടുക്കുകയാണ് ബീൻ. അപ്പോൾ എങ്ങനെയായി മാറും? ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ടാവുക എന്നല്ല, മറിച്ച് ഉണ്ടായിരുന്നു, ഉണ്ടായി എന്ന ഒരർത്ഥമാണ് ജനിപ്പിക്കുന്നത്. അതായത് ഈ ഫങ്ഷന് ഒരു പൂർണ്ണത ഉണ്ടായി, അല്ലേ, എന്നർത്ഥത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഫങ്ഷന് കഴിഞ്ഞു എന്നർത്ഥം. അത് ആ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ആ ഉണ്ടായതിന് ഇപ്പോഴും റിസൾട്ടുണ്ട്, അല്ലേ? പ്ലേറ്റുകളും ഒഴിഞ്ഞ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടു, അതുകൊണ്ട് റിസൾട്ട് കൊടുത്തു. അത് ഊഹിച്ച് പറയാൻ മസ്റ്റ് കൊടുത്തു. അങ്ങനെ there must have been a function in this hall. ഓക്കെ, പക്ഷേ ഈ വാചകത്തിൽ ബീനിൻ്റെ അർത്ഥം എന്താണ്? MP ആണ്. അവർ MP, അദ്ദേഹം, അവർ MP. അപ്പോൾ ഉണ്ടാകുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് ആവുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഈ MP, അവർ MP, ഞങ്ങളുടെ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ആവുക എന്നല്ല, ഇവിടെ എന്താ പറയുക? 3rd ഫോമാണ്. അപ്പോൾ ഇവിടെ ആയി എന്നുള്ള അർത്ഥമാണ്. ഈ അവർ MP എന്ന ഈ വേർഡിന് ഒരു പൂർണ്ണത വന്നിരിക്കുന്നു. ആ പൂർണ്ണതയുടെ റിസൾട്ട് ഇവിടെയുണ്ട്. അത് ഊഹിച്ച് പറയുന്നു. അതാണ് എന്താ? ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. നേരിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പടം കാണുന്നുണ്ട്, തൊട്ട് താഴെ ഒരു വാചകവും കാണുന്നുണ്ട്. ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. ആരാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ആരാണത്? ഇന്നസെൻറ്റ്, റൈറ്റ്? ഞങ്ങളുടെ MP ആണ് അവർ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല സംസാരിക്കാൻ, മറിച്ച് അദ്ദേഹം ഒരു നടനെന്ന നിലയ്ക്കാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. എനിക്ക് അങ്ങനെ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളെടുത്തതെന്ന് ചിന്തിക്കരുത്, മറിച്ച് ഒരു നടനെന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഞാൻ എടുത്തത്. ആ ഫോട്ടോയിലേക്ക് നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു നടനായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഒരു നടനായിട്ടല്ല. ആ സാഹചര്യത്തിൽ ഒരു നടനായിട്ടല്ല തോന്നുന്നത്. ഒരു ചുവന്ന കൊടി കാണാം, അതുപോലെ തന്നെ അണികളെയൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാലയുണ്ട്, അല്ലെ, ഒരു ചുവന്ന മാലയുണ്ട്. അതും നിങ്ങൾക്ക് കാണാം.
നിങ്ങൾക്കറിയാം, അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയതുകൊണ്ട് ഈ പടം കാണുമ്പോൾ നടൻ എന്ന വാക്കിലുപരി ഒരു MP എന്ന വാക്കാണ് നിങ്ങളുടെ മനസ്സിൽ വരിക. ഈ MP എന്നതിനൊരു പൂർണ്ണത നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ആ പൂർണ്ണത വന്നതുകൊണ്ടാണ് ഈ അണികൾ ജയ് വിളിക്കുന്നതും അണികൾ ഇത്രയും കൂടിയതും അതുപോലെ തന്നെ മാലയണിയിച്ചിരിക്കുന്നതും ആ പൂർണ്ണത വന്നതുകൊണ്ടാണ്. ആ പൂർണ്ണത വന്നതുകൊണ്ടാണ് ബീൻ ഇവിടെ കൊടുത്തിരിക്കുക. അതായത് ഈ MP ഒരു പൂർണ്ണത. ബി എന്ന് പറഞ്ഞാൽ ആവുക, ബീൻ എന്ന് പറഞ്ഞാൽ ആയി. അതായത് MP ആയി. അണ്ടർസ്റ്റാൻഡ്? ആയി എന്ന അർത്ഥം കിട്ടുവാനാണ് ഈ ബീൻ ഇവിടെ നിൽക്കുക. ക്ലിയർ? മനസ്സിലാവുന്നല്ലോ ഞാൻ പറയുന്നത്? ആയി. അപ്പോൾ ആയി. ഇനി എന്തുണ്ട്? അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കാണാം. അതാണ് ഈ മാല കാണുന്നത്, അതാണ് ഈ അണികളെയൊക്കെ കാണുന്നത്. ആയി, ഉണ്ട്. അത് നമ്മൾ ഊഹിച്ച് പറയുന്നു, മസ്റ്റ്. അപ്പോൾ എങ്ങനെ പറയും? ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് പറയാം. അദ്ദേഹം MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഞാനും എൻ്റെ ഒരു ഉറ്റ സുഹൃത്തും കോഴിക്കോടായിരുന്നു. അവിടെ വളരെ ബിസിയായിരുന്നു. അന്ന് റിസൾട്ട് നോക്കുവാനോ റിസൾട്ട് ആരാണ് ലീഡിങ് എന്ന് നോക്കുവാനോ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവഡ് ആയിരുന്നു. കാര്യം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചാലക്കുടി, എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ വെച്ച് ഇങ്ങനെയൊരു സാഹചര്യം ഞങ്ങൾ കാണുകയാണ്. ഇത് കാണുന്നത് റോട്ടിലാണ്, പക്ഷെ ഞങ്ങൾ കാറിലുമാണ്. വീട്ടിലെത്താൻ നേരമായതുകൊണ്ട് അവിടെ ഇറങ്ങുവാനൊന്നും സമയമില്ല. നേരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അങ്കമാലിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ചാലക്കുടിയിൽ വെച്ച് ഇങ്ങനെ കാണുകയാണ്. ബാക്കിലിരിക്കുന്ന ഫ്രണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നു, ബാക്കിലിരിക്കുന്ന ഫ്രണ്ട്, അദ്ദേഹം ഈ സാഹചര്യം കണ്ട് എന്നോട് പറഞ്ഞു, ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. ഇന്നസെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ അവർ MP എന്ന് പറയുകയാണ്. ഞാനും തിരിഞ്ഞു നോക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നു ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP എന്നുള്ള വാചകത്തിൽ സത്യമുണ്ട് എന്നുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് അദ്ദേഹം ബീൻ ഉപയോഗിച്ചത്? ഇലക്ഷന് നിന്നപ്പോൾ എന്തായിരുന്നില്ല? MP ആയിരുന്നില്ല. വോട്ട് പിടിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നില്ല? MP ആയിരുന്നില്ല. എന്നാൽ ഈ മാല കാണുന്നു, അണികൾ ജയ് വിളിക്കുന്നു. അത് കേട്ടപ്പോൾ ഈ MP എന്ന ഈ വാക്കിന് ഇദ്ദേഹത്തിലെ പൂർണ്ണത ഇല്ലായിരുന്ന ആ MP റിസൾട്ട് വന്നതോടുകൂടി, ജയിച്ചതോടുകൂടി പൂർണ്ണതയായി മാറി. അപ്പം എന്തായി? ബീൻ കൊടുത്തു. ആ ബീനിന് ഇപ്പോൾ എന്ത് ബന്ധമുണ്ട്? പ്രസൻറ്റുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഹാവ് കൊടുത്തു. ഞങ്ങൾ കാറിൽ ഇരുന്ന കാരണം ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. എന്താണ്? അദ്ദേഹം നമ്മുടെ MP ആയി കാണും. അദ്ദേഹം ഞങ്ങളുടെ MP ആയി കാണും എന്നാണ് പറയുന്നത്. നമ്മുടെ MP ആയി കാണും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ നൗ. ഓരോ വാക്കുകളും വ്യക്തമാണിതിൽ. അതുകൊണ്ട് ഐ ഹോപ്പ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. വേറൊരു സാഹചര്യം പറയാം. ഞങ്ങൾക്കാർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങളെ അദ്ദേഹത്തിന് അറിയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങളോട് എന്തായിരിക്കും അദ്ദേഹം പറയുക? ഐ ഹാവ് ബീൻ യുവർ MP. ഐ ഹാവ് ബീൻ യുവർ MP. അദ്ദേഹത്തിന് മസ്റ്റ് ആവശ്യമില്ല, കാരണം അദ്ദേഹമാണ് MP ആയത്. അവിടെ ഊഹിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നു ബീൻ, എന്നിലെ MP. നിന്നോട് വോട്ട് പിടിക്കാൻ വന്നപ്പോൾ പൂർണ്ണതയില്ലായിരുന്ന ആ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റിന് റിസൾട്ട് വന്നതോടുകൂടി, ജയിച്ചതോടുകൂടി പൂർണ്ണതയായിരിക്കുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ബീൻ ചേർത്തു. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് എൻ്റെ കഴുത്തിൽ മാല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഹാവ് ചേർത്തു. ഐ ഹാവ് ബീൻ യുവർ MP. നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? ഹാവ് യു ബീൻ അവർ MP ഇല്ലേ? രണ്ടാമത്തെ വാക്ക് ആദ്യം വന്നു, ഇപ്പോൾ എന്തായി മാറി? ഹാവ് യു ബീൻ അവർ MP. അപ്പം അദ്ദേഹം എന്ത് പറയും? യെസ്, ഐ ഹാവ് ബീൻ യുവർ MP. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ പഠിക്കുക. എത്രയോ ഘടനകൾ ഈ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഒരു വാക്ക് ഞാൻ തരുന്നു, നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇനിയുള്ള എത്രയോ ഷുഡ് ഹാവ് ബീൻ, കുഡ് ഹാവ് ബീൻ, മേ ഹാവ് ബീൻ ഒക്കെ ഈ രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച്, പടങ്ങൾ ഉപയോഗിച്ച്, നേരിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ അവിടെ അഭിനയിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ യാത്ര തീർച്ചയായിട്ടും സുഖകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഉദാഹരണം കൂടി തരാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ താഴെ ഒരു വാചകം എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പടമാണ് കാണുന്നത്. ഇങ്ങനെ ഒരാളെ നിങ്ങൾ ഒരു പാർക്കിൽ വെച്ച് കാണുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുമുണ്ട്, ഇയാളെ പാർക്കിൽ വെച്ച് കാണുന്നു. പാർക്കിൽ ഇയാളുടെ ഫോട്ടോയല്ല, മറിച്ച് ഇയാൾ അവിടെ നിൽക്കുകയാണ്, ഈ ഒരു വേഷത്തിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഇയാളെ നോക്കി നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും? സുഹൃത്തിനോട് പറയുന്നത് എന്തായിരിക്കും? യൂണിഫോം മിലിറ്ററി യൂണിഫോമാണ്. ഇങ്ങനെ ഒരാളെ നിങ്ങൾ കാണുകയാണ്, ഈ യൂണിഫോമിൽ കാണുകയാണ്, പേരക്കുട്ടികളോടൊത്തൊക്കെ കാണുകയാണ്. പക്ഷേ ഇയാൾ ഈ യൂണിഫോമിലാണ് നിൽക്കുന്നത് ആ പാർക്കിൽ. ഓക്കെ, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ പടത്തിൽ നിന്ന് കാണുമ്പോൾ ഇയാളെ നോക്കുമ്പോൾ ഒരു മിലിറ്ററി ഓഫീസർ എന്ന ഒരു വാക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ചിക്കൻ ബോക്സ് കിട്ടിയതുപോലെ, ഫങ്ഷൻ ഇൻ ദിസ് ഹാൾ കിട്ടിയതുപോലെ, MP കിട്ടിയതുപോലെ ഇവിടെ കിട്ടുന്നത് എന്താണ്? ഒരു മിലിറ്ററി ഓഫീസർ, റൈറ്റ് അല്ലേ? കിട്ടുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം എവിടെയാണുള്ളത്? പാർക്കിലെ പേരക്കുട്ടികളോടൊപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മിലിറ്ററി ഓഫീസറിനൊരു പൂർണ്ണത നമ്മൾക്ക് കാണാം. അദ്ദേഹത്തിന് വയസ്സുമായിട്ടുണ്ട്, പ്രായമുള്ള ഒരാളുമാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത ഒരു ഫീലാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മിലിറ്ററി ഓഫീസറിനൊരു പൂർണ്ണത വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചേർക്കാം? ബീൻ ചേർക്കാം. ബീൻ മിലിറ്ററി ഓഫീസർ, ബീൻ മിലിറ്ററി ഓഫീസർ. പിന്നെ ഇപ്പോഴും അദ്ദേഹം ആ യൂണിഫോം ഇട്ടിട്ടുണ്ട് അല്ലേ? പൂർണ്ണത ആയെങ്കിലും ഇപ്പോഴും ആ യൂണിഫോം ഉണ്ട്. അപ്പോൾ എന്ത് വരും? ഹാവ് നമ്മൾ കൊടുക്കുന്നു. ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ഇനി എന്താണ്? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ഊഹിച്ച് പറയുന്നതായതുകൊണ്ട് ഊഹിക്കുന്ന വേള ഏതാണ്? മസ്റ്റ്. അദ്ദേഹം അവിടെ പേരക്കുട്ടികളോടൊത്ത് കളിക്കുന്നു. നിങ്ങൾ വേറെ സ്ഥലത്തിരുന്ന് കൂട്ടുകാരനോട് പറയുന്നു എന്താ? ഈ വാചകം ആയിരുന്നു കാണും. ഇദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു കാണും. രണ്ടർത്ഥമുണ്ട് ഇതിന്. ഒന്ന് ആയിരുന്നു കാണും, രണ്ട് ആയി കാണും. സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, രണ്ടർത്ഥം. ഒന്നെന്താണ്? ആയിരുന്നു കാണും, രണ്ട് ആയി കാണും. കഴിഞ്ഞ എക്സാമ്പിളിൽ ആയി കാണുമെന്നാണോ ആയിരുന്നു കാണുമെന്നാണോ? ഹി മസ്റ്റ് ഹാവ് ബീൻ അവർ MP. അവിടെ ആയി കാണുമെന്നാണ്. കാരണം അത് പ്രസൻറ്റുമായിട്ട് ബന്ധം വളരെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആയി കാണും. ഇതങ്ങനെയല്ല. ഇദ്ദേഹം റിട്ടയർഡായി, എന്നാൽ പ്രസൻറ്റുമായിട്ട് ബന്ധം കാണിക്കുന്ന യൂണിഫോമാണ്. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ അർത്ഥം കൂടുതലും യോജിക്കുന്നത് ഏതായിരിക്കും? ആയിരുന്നു കാണും. ഹി മസ്റ്റ് ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ഓക്കെ, അദ്ദേഹം പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഇവിടെ ഇയാൾ പറയുകയാണ് എന്താ? ഐ ഹാവ് ബീൻ മിലിറ്ററി ഓഫീസർ. ഇവിടെ മസ്റ്റ് വേണോ? മസ്റ്റിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എന്തായിരുന്നുവെന്ന്. അതുകൊണ്ട് മസ്റ്റ് കളഞ്ഞിരിക്കുന്നു. നമ്മൾ ഊഹിച്ച് പറഞ്ഞ കാരണം മസ്റ്റ് ചേർത്ത് പറഞ്ഞു. ബി എന്ന് പറഞ്ഞാൽ ആകുക, ബി എന്ന് പറഞ്ഞാൽ ആയതിന് ഒരു പൂർണ്ണത വന്നിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം. എന്തിനാണ് ഐ ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ എന്ന് പറയേണ്ടത്? ഐ വാസ് എ മിലിറ്ററി ഓഫീസർ എന്ന് പറയുവാൻ പാടില്ലേ എന്നുള്ളത്. ഇതൊക്കെ നേരിട്ടുള്ള ക്ലാസ്സുകളിലാണ് വിശദീകരിച്ച് പഠിക്കുന്നത്. എന്നാൽ പോലും നിങ്ങളുടെ ആ സംശയം ദൂരീകരിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഇല്ലേ? സാധാരണ പറയുകയാണെങ്കിൽ 199 പേരും ഈ ഒരു സാഹചര്യത്തിൽ ഐ വാസ് എ മിലിറ്ററി ഓഫീസർ എന്നായിരിക്കും പറയുക ഇല്ലേ? പക്ഷേ മനസ്സിലാക്കുക, ഇപ്പോഴും അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നു. ആ യൂണിഫോമിനെ സ്നേഹിക്കുന്നു. അകത്ത് വേറെ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ആ യൂണിഫോമിനെ സ്നേഹിക്കുന്നു. ഇപ്പോഴും പ്രസൻറ്റുമായിട്ട് അദ്ദേഹം അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് എന്ത് ഉപയോഗിച്ചത്? ഐ ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ഇപ്പോൾ ഇദ്ദേഹം ഒരു ബിസിനസ്സൊക്കെ പുതിയത് തുടങ്ങിയ ഒരു ബിസിനസ്മാനാണ്. ഇങ്ങനെയൊന്നും ഡ്രസ്സിലല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഡ്രസ്സിലൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് പറയും? ഐ വാസ് എ മിലിറ്ററി ഓഫീസർ. ഓക്കെ, ആയിരുന്നു എന്ന് പറയും. പക്ഷേ ഈ സാഹചര്യം അതല്ല. റിട്ടയർഡ് ആയെങ്കിലും പേരക്കുട്ടികളോടത്ത് അദ്ദേഹം അതേ ഡ്രസ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അവിടെ. അപ്പോൾ അദ്ദേഹം ആ ഒരു ഓർമ്മ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. ഐ ഹാവ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ക്ലിയർ? ഇനി ഉള്ള ജീവിത സാഹചര്യങ്ങൾ ഏതാണെന്ന് അറിയാൻ നിങ്ങൾ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. അല്ലെങ്കിൽ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും തരാവുന്നതാണ്. നല്ലതെങ്കിൽ മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. എത്രയോ രസകരമായിട്ട്, വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതെൻ്റെ അർഹതയാണ്, അതെൻ്റെ അവകാശമാണ്. നിങ്ങളുടെ ഷെയറും ലൈക്കും ഈ ലോകത്തെ മൊത്തം ഇത് കാണിക്കുവാൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ചെയ്യുക. 100 വ്യൂസ് എനിക്ക് മതി. പക്ഷേ 100 വ്യൂസും 100 ലൈക്കുകളുണ്ടെങ്കിൽ അതാണ് എന്നെ ഹാപ്പിയാക്കുക. 1,00,000 വ്യൂസിൽ 100 ലൈക്കുകളല്ല, 100 വ്യൂസിൽ 100 ലൈക്കുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും എത്രയോ ഉണ്ടാക്കുവാൻ എൻ്റെ തലയിൽ കിടന്ന് ഓടുന്ന കാര്യങ്ങൾക്കൊരു പൂർണ്ണത വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യ ഭാഗം
സബ്ജക്റ്റ് എന്താണ്, ഇതേപോലെ നമ്മൾ പഠിക്കും. ഇതേപോലെ തന്നെ കണ്ട് കേട്ട് ഭാഗങ്ങളായി തിരിച്ച് പഠിക്കും. ലാസ്റ്റ് ഭാഗവും ഇതേപോലെ തന്നെ ഭാഗങ്ങളാക്കി തിരിച്ച് പഠിക്കും. സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം ഇച്ചിരി നീണ്ട ഭാഗമാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒബ്ജക്റ്റ് അല്ല ആ ഭാഗത്ത് വരിക. പറയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ആ ഭാഗത്ത് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിച്ചത്. ചിലപ്പോൾ ഒബ്ജക്റ്റ് വരും, ചിലപ്പോൾ വേറെ വേറെ പല വാക്കുകളും കടന്നു വരും. അതൊക്കെ ഏതാണെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിനെ ഇങ്ങനെ പാർട്ടാക്കി പഠിച്ച് ഈ മധ്യഭാഗത്തിലേക്ക് ചേർത്ത് സബ്ജക്റ്റും ഇങ്ങനെ പാർട്ടായിട്ട് പഠിച്ച് ഇതേപോലെ പഠിച്ച് ഇതിലേക്ക് ചേർത്ത് നിങ്ങൾക്ക് സുന്ദരമായി എഴുതുവാനും പറയുവാനും സാധിക്കും. ഓക്കെ, നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? നമ്മൾ പാർക്കിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പോയി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹൗ യു ബീൻ എ മിലിറ്ററി ഓഫീസർ. എന്തുകൊണ്ടാണ് ഹൗ യു ബീൻ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിയത്? വയസ്സനായ ഇദ്ദേഹം ഇപ്പോഴും മിലിറ്ററി യൂണിഫോമിൽ അവിടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചോദിക്കുവാനായിട്ട് തോന്നിയത്. ഓക്കെ, ഇനി ആ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ മകനുമുണ്ടെന്ന് വിചാരിക്കുക. അപ്പം മകനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, എങ്ങനെ ചോദിക്കും? ഹാസ് ഹി ബീൻ എ മിലിറ്ററി ഓഫീസർ. എന്താണ്? ഹി വന്നപ്പോൾ ഹാസ് ആയി മാറി. യു വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു? ഹാവ് യു ആയിരുന്നു. ഇപ്പോൾ ഹി വന്നപ്പോൾ എന്തായി? ഹാവ് മാറി, ഹാസ് ഹി ആയി മാറി. കൂടുതൽ അറിയണമെങ്കിൽ പ്ലൂറൽ സിംഗുലർ ഡിഫറൻസ് അറിയുക. അതിന് 15ാമത്തെ വീഡിയോ കാണുക. 15ാമത്തെ വീഡിയോയുടെ അവസാനം സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്, അത് കാണുക. ഹാസ് ഹി ബീൻ എ മിലിറ്ററി ഓഫീസർ പറയുന്നത് അദ്ദേഹത്തോടല്ല, മറിച്ച് മകനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയും യെസ് ഹി ഹാസ് ബീൻ എ മിലിറ്ററി ഓഫീസർ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? ഹാസ് ഹിയോട് കൂടി ചേരുന്നു, ഹാവ് യുവിനോട് കൂടി ചേരുന്നു. ഓക്കെ, പക്ഷേ അർത്ഥം എന്താണ്? ഒന്ന് തന്നെയാണ്. ഹാവ് എന്ത് ധർമ്മമാണോ വാചകത്തിൽ ചെയ്യുന്നത് അതേ ധർമ്മം തന്നെ, അതേ അർത്ഥം തന്നെ ഹാസിന് കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ ഹാസിനോട് ചേരുന്ന ആൾക്കാർ ഹാവിനോട് ചേരില്ല. ഈ എല്ലാ വീഡിയോകളുടെയും ഒരു പൂർണ്ണതയാണ് സത്യത്തിൽ നിങ്ങളെ ഒരു പുലിയാക്കി മാറ്റുക എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആശയത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആശയത്തിലെ ഒരു ഘടനയെയാണ് കാണാൻ പോകുന്നത്. അതേതാണ്? ഓൾറെഡി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഷീ മസ്റ്റ് ഹാവ് മിസ്ഡ് ഹെർ പേഴ്സ്. എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു വിവരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. കാരണം മസ്റ്റ് അറിയാം, ഹാവ് അറിയാം, ഇനി മിസ് നഷ്ടപ്പെടുക എന്നാണെന്നറിയാം, മിസ്ഡ് നഷ്ടപ്പെട്ടു എന്നാണെന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പോലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് വീണ്ടും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ജീവിത സാഹചര്യങ്ങൾ ബന്ധപ്പെടുത്തി അതും കൂടി നമുക്ക് കാണാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും 6ാമത്തെ വീഡിയോ കാണുമ്പോൾ ഇനി എത്ര എനിക്ക് പഠിക്കുവാനുണ്ട് ഇതുപോലെ എന്ന് തോന്നും. അപ്പോൾ ഇനി 6ാമത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് കുറേ ഘടനകൾ ഉണ്ടെന്ന് മനസ്സിലായാൽ ആ ഘടനകളെല്ലാം പഠിക്കുന്നത് ഇതേ രീതി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിനുള്ള അംഗീകാരം തരിക. അംഗീകാരം എന്ന് പറയുന്നത് നിങ്ങളുടെ പണമല്ല, മറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലൈക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ ഷെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ ഇത് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും എനിക്ക് അംഗീകാരം ലഭിക്കുക. അത് നിങ്ങൾ ചെയ്യുക, അർഹതയുണ്ടെങ്കിൽ മാത്രം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വി ക്യാൻ സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബ്രിട്ടീഷ് ആചാര്യ, ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം.